ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നിതാ ശനിയാഴ്ചയാണ് കേട്ടോ. സ്കൂളൊന്നുമില്ല. ഇപ്പം ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അതാ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. നല്ലൊരു അടിപൊളി സ്ഥലം കേട്ടോ. ഇവിടുന്ന് കുറേ മീൻ കിട്ടുക. അപ്പുറത്തെ കൊളത്ത് പോയേക്കാം. ഇവിടെ ഉണ്ട് ഗായ്സ്, ഇത് അവിടെ കൊളാണ്. ആ കൊളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് അവിടെ കുറേ ഈ വെള്ളം ആ ഓട്ടോൻ്റെ ഉള്ളിൽ കൂടെ അവിടുക്കാണ് ഗായ്സ് പോയി. നമുക്ക് മീൻ പിടിക്കാം. ബാ ക്യാമറമാൻ. നമുക്ക് മീൻ പിടിച്ചേക്കാം. അതാ അയ്യോ മീൻ അതിങ്ങോട്ട് വേര് നമുക്ക് നോക്കാം. ഈ വേരെയാണെങ്കിൽ ആ ചെറിയ ഓട്ട അതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ വെള്ളം. ഇത് കൊളയാണ്. മീൻ കിട്ടിയോ? നമുക്ക് ഓൽക്ക് കിട്ടീന പോയേക്കാലോ. നമുക്ക് ഇവിടെ മീൻ പിടിക്കാം. ഇവിടെ മീൻ നമുക്കൊന്ന് പോയേക്കണോ? ആണല്ലോ പൈപ്പ് വെള്ളമൊക്കെയാണോ? നമുക്ക് കൈ പിടിച്ചോക്കാം. നമ്മളെ കൈ പിടിക്കണ്ട്. ചാവും വെള്ളത്തിൽ കിട്. കുഞ്ഞിതുണ്ടാവും. പിടിച്ചു അത് അവര് നല്ല വെള്ളത്തിൽ നിറയ്ക്കാണ്. അപ്പോൾ അതാ ഗൈസ്, നമുക്ക് കുറേ മീൻ കിട്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു മീനാണ്. അപ്പം നമ്മൾ ഈ സ്പോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ചില സ്ഥലത്തൊക്കെ വലിയ മീനൊക്കെ കിട്ടും കേട്ടോ. നമുക്കിപ്പോൾ അത്രയും മീനാണ് കിട്ടിയത്. മതി മതി, മീൻ ചാവും. ആ മീൻ നമുക്കുള്ളാട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ സ്പോട്ടൊക്കെയാണ് ഇനി പോണത്. നീച്ചം പിടിക്കാലോ. നീച്ചമ്പൈക്ക് പിടിക്കും. അറിയാലോ. നമ്മൾ വെള്ളമൊക്കെ എടുത്താണ്ട് വന്നിട്ട് നമുക്ക് വെള്ളം കുടിക്കാം. ആർക്കാ വെള്ളം വേണോ? ഒരാളെ അറിഞ്ഞ് നടക്കാണ് കിട്ടും. എന്താ അതിനില്ല. എത്ര നോക്കട്ടെ. കാലൊക്കെ കേൾക്കുകയാണ് ഗൈസ്. കിട്ടേ
ഗൈസ് 3 എണ്ണം ചത്തു. ഒന്ന് ചത്തേ. അപ്പം ഗൈസ് നമ്മൾ മീനൊക്കെ പിടിച്ച് കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. എടുത്തോ. ഇത് ഗൈസ് മൈലാഞ്ചി ഇലയാണ്. ഇതിനോണ്ട് വെറൈറ്റി ആയിട്ട് മൈലാഞ്ചി ഇടുന്ന രൂപം നമ്മൾ കാണിച്ചരേ. കുഞ്ഞി കൊമ്പ് കുറച്ചാൽ മതി, ഇതിൽ തന്നെ കുറേ ഉണ്ടാവും. അത് മതി, ഇതിൽ തന്നെ കുറേ ഉണ്ടല്ലോ. ഇത് ഇപ്പോൾ കുറച്ച് ഇലകൾ നമ്മളെടുത്തിട്ടുണ്ട്, ഇവളുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി ഇതിനെ കൊണ്ട് വെറൈറ്റി ആയിട്ട് മൈലാഞ്ചിടാൻ വേണ്ടി പോവാണ്. പണ്ടത്തെ കാലത്തുള്ളതൊക്കെ എങ്ങനെ കരട. യെസ്, അഞ്ചെണ്ണം അല്ല, 3 മതി. അല്ലെങ്കിൽ രണ്ടെണ്ണം. നമ്മുടെ ഇടാണ്. അതൊക്കെ ഓറഞ്ച് ഉണ്ട് കേട്ടോ, നാരങ്ങ. അപ്പം മൈലാഞ്ചി ഇലനുണ്ട്. നമ്മളിത് തിന്നാനും വേണ്ടി പോവാണ്. ഇതിൻ്റെ തൊലി യൂസ് ചെയ്ത് നമ്മൾ മൈലാഞ്ചി ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ പുളിക്കുകയാണ്. തൊലി കുറച്ച് വലുതാക്കി തൊളിച്ചു. അപ്പോൾ ഇതാ ഒരാൾ കുറച്ച് മീനിൻ്റെ കിണറ്റിക്കൂടുണ്ട്. പോയാ? അപ്പോൾ ഇതാ ഗൈസ്, ഈ കുറച്ച് വലിയ തൊലികളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം കേട്ടോ. തൊലികളൊക്കെ നമുക്ക് മാറ്റിയേക്കാം. നമ്മുടെ ഓറഞ്ച് നമുക്ക് ആദ്യം കഴിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മൈലാഞ്ചിടാൻ വേണ്ടി പോവാണ്. നാരങ്ങത്തൊലി കൊണ്ട് ഫസ്റ്റ് നമ്മള് ഒരു മൈലാഞ്ചി നാരങ്ങത്തൊലി ഗൈസ് ഒരു മൈലാഞ്ചി എടുക്കുക. മൈലാഞ്ചിൻ്റെ ഇല ഒരൊറ്റ ഇല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറേ ഇല എടുത്തോണ്ട് ഇങ്ങനെ ഓരോ പൂ പോലെ ആക്കാം. കൈ എടുക്കുക. നമ്മുടെ കയ്യിൽ ഞാൻ വെക്കട്ടെ. ഫസ്റ്റ് നാരങ്ങ നീരിലാക്കണ്ടേ? ഇവിടെ ഞാൻ വെക്കും. ഇവിടെ വെച്ചാൽ രസം ഉണ്ടാവുക. ഇവിടെ അങ്ങനെ വെക്കുക. അപ്പോൾ കേസ് ഒരാളെ മുഖത്ത് കായ്. സോറി ഇല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നാരങ്ങൻ്റെ നീര് ഇതിൻ്റെ കണ്ണിട്ടാക്കല്ലേ. നാരങ്ങ നീര് നമുക്ക് വേണ്ട പിഞ്ഞെടുക്കാം. നാരങ്ങൻ്റെ തൊലിയാണ്. മതി എന്നിട്ട് ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. മറിച്ചാണക്കണ്ടേ? എങ്ങനെയെങ്കിലും ഒന്ന് വെച്ചാൽ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകൾക്ക് താണ്ട് ഒരു ഇത്തിരി അതിൻ്റെ മുകൾക്ക് ഇത്തിരി ആക്കണം. അതിൻ്റെ മുകൾക്കും നല്ലോണം അങ്ങോട്ട് ആക്കാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അനങ്ങാതെ നിന്നിട്ട് ഇങ്ങനെ നമുക്ക് പൂടണമെങ്കിൽ വട്ടത്തിലിട്ടാണ്ട് അനങ്ങാതെ കുറേ നേരം വെച്ചാൽ നമുക്ക് ഇവിടെ അടിപൊളിയായിട്ട് മൈലാഞ്ചി ആക്കിയിട്ടു കേട്ടോ. അപ്പം ഞങ്ങൾ ഇടട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.